ഹായ്, എൻ്റെ പേര് ഹരിചന്ദന. ഞാൻ പാലാ ബ്രില്യൻസിലെ CUET ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് 2 സ്ലോട്ടായിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. സ്ലോട്ട് 1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും സ്ലോട്ട് 2 ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ആയിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ എക്സാമിൽ അപ്പിയർ ചെയ്യാൻ പറ്റി. വലിയ ടഫായിട്ടൊന്നും തോന്നിയില്ല. എക്സാം നല്ലതുപോലെ തന്നെ എഴുതാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് നല്ല സിമിലർ ആയിരുന്നു. കാരണം പാലാ ബ്രില്യൻസിലെ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നതും അതുപോലെ വീക്ക്ലി ട്വൈസ് നടത്തിയിരുന്ന എക്സാംസിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഇൻ എവറി സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റിലും അതേപോലുള്ള സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റി. പിന്നെ അല്ലാതെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പോർഷൻസ് NCERT കുറച്ച് ഒഴിവാക്കിയിരുന്നല്ലോ എക്സാംസിന്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതിന് വേണ്ടി അതെങ്ങനെ നമ്മൾ എടുത്ത് പഠിക്കുക എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പാലാ ബ്രില്യൻസ് അത് നമുക്ക് ഇപ്പോൾ ഈവൻ കട്ട് ചെയ്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ റെഫറൻസ് ക്ലാസ്സസും, ഈവൻ എവറി സബ്ജക്റ്റിൻ്റെ റെഫറൻസ് ക്ലാസ്സസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ടുള്ള പോർഷൻസ് നമുക്ക് എത്ര വേണമെങ്കിലും കാണാനും അതിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാ കാര്യത്തിനും ബ്രില്യൻസിലെ ടീച്ചേഴ്സും അവിടുത്തെ എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ വീക്ക്ലി നടത്തിയിരുന്ന എക്സാംസ്, ആ എക്സാംസ് നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ ടൈമർ വെച്ചിട്ടായിരുന്നു എക്സാംസ് എല്ലാം ഉണ്ടായിരുന്നത്. കറക്റ്റ് എങ്ങനെയാണോ നമ്മൾ മെയിൻ എക്സാം എഴുതുന്നത് അതേ രീതിയിലായിരുന്നു പാലാ ബ്രില്യൻസ് നമുക്ക് വീക്ക്ലി ട്വൈസ് ആയിട്ടുള്ള എക്സാംസ് ആണെങ്കിലും എല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നിരുന്നത്. സോ അതുകൊണ്ട് ഭയങ്കര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കറക്റ്റ് ടൈമിങ്ങിനുള്ള ഓരോ സബ്ജക്റ്റും അവിടെ എഴുതി തീർക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഇത്ര ടൈമിംഗ് കഴിയുമ്പോൾ ആ വിൻഡോ ക്ലോസ് ആവുകയാണല്ലോ. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിനുള്ളിൽ അയ്യോ അത് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും തോന്നില്ല. കാരണം കറക്റ്റ് ടൈമിങ്ങിനുള്ളിൽ തന്നെ എക്സാംസ് എഴുതി തീർക്കാനായിട്ട് സാധിച്ചു. പിന്നെ എന്ത് പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടായിരുന്നു പാലാ ബ്രില്യൻസിൽ നിന്ന്. അപ്പോൾ എക്സാം ഇത്രയും നല്ലതുപോലെ എഴുതാൻ സാധിച്ചതിലും പിന്നെ ഇത്രയും സപ്പോർട്ടീവായിട്ടും ഇത്രയും ഹെൽപ്പ് ചെയ്ത് തന്നതിലും എല്ലാത്തിലും പാലാ ബ്രില്യൻസിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.